മത്തി ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതാ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഉണ്ടല്ലോ അതൊന്നങ്ങ് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, സാദാ മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പേസ്റ്റാക്കി എടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഈ തക്കാളിയിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പേസ്റ്റാക്കി വരാം. ഇപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ആ റോസ് മെല്ല് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അതൊന്ന് അങ്ങ് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴല്ലോ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ചെറിയ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഈ മത്തി വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. ചാറൊക്കെ വറ്റി നല്ല കുറുകിയ കറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. മത്തി ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.